പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തെ എവിടേക്കെങ്കിലും യാത്ര പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. പോകുന്നതിൻ്റെ 2 ദിവസം മുൻപ് ഞാൻ ഉറങ്ങില്ല. ആ പോകുന്ന ദിവസത്തിനും നേരത്തിനും വേണ്ടി ഞാൻ കാത്തിരിക്കും. ചിന്മയ മിഷൻ കോളേജിൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് കോളേജിൽ നിന്ന് ഊട്ടിക്കും ഹൊഗനിക്കിലാണ് ട്രിപ്പ് കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ട്രിപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയാം ഹോഗനിക്കിലും ഊട്ടി തന്നെയാണ്. നമ്മുടെ ലാലേട്ടൻ്റെ തടി പിടിച്ചുകൊണ്ടുവരുന്ന പടം ഉണ്ടല്ലോ, നരൻ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഹോഗനിക്കിൽ. കൊട്ടവഞ്ചിയും ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ആയിട്ട് ആ ട്രിപ്പ് അങ്ങനെ അടിച്ചു പൊളിച്ചു ഞങ്ങൾ. ടൂറ് പോകുന്നതിന് മുമ്പ് കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് വീട്ടിൽ. 2 ദിവസം നിരാഹാര സമരം, പോകുന്നതിനുള്ള സമ്മതപത്രം കയ്യിൽ കിട്ടാൻ. ഇപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, അന്നെങ്ങാനും പോകാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും ആ ദിവസങ്ങളിൽ പോയത് എന്ന്. കുറേ കാലം ജീവിച്ചിരിക്കാനുള്ള ഭാഗ്യം ഉണ്ടെങ്കിൽ പോകാൻ പറ്റാത്തൊരു സമയത്ത് ഇതെല്ലാം ഓർമ്മിച്ചിരിക്കാലോ. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ് അല്ലേ. അപ്പം എന്താ പറഞ്ഞു വന്നതെന്നറിയോ? ഞങ്ങൾ മൈസൂരിൽ നിന്ന് തൃശ്ശൂർക്ക് ബന്ദിപ്പൂർ കാട്ടുകൂടെ യാത്ര ചെയ്യുമായിരുന്നു. ഈ കാട്ടുകൂടെ പലതവണ പോയിട്ടുണ്ടെങ്കിലും ഓരോ തവണ പോകുമ്പോഴും ഏത് മൃഗത്തിനെ കാണാമെന്നുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഇരിക്കാറ്. ചിലപ്പോൾ കുറച്ച് മാനുകൾ മാത്രമേ കാണുള്ളൂ, പക്ഷെ എന്ത് കണ്ടാലും അതൊരു സന്തോഷമാണ്. കാട്ടുകൂടി ഞങ്ങൾ അങ്ങനെ പോകുമ്പോഴാണ് ശബരിമലയ്ക്ക് പോണ കുറേ സ്വാമിമാരെ കണ്ടത്. 2024 അവസാന ട്രിപ്പാണ് കേട്ടോ ഇത്. ഇനി യാത്രയിലെ ഹൈലൈറ്റ് ഫുഡ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശ ഇല്ലാതെ എന്താഘോഷം. യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരെ അതിന് പറ്റുന്ന സമയവും സന്ദർഭം സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. ബാംഗ്ലൂർ ഡേയ്സ് സിനിമയിലെ സെറ പറയില്ലേ, ഓരോ ജനൽ കൂടെ കാണുന്ന കാഴ്ചകളും വ്യത്യസ്തമാണെന്ന്. അതന്നെ, ഓരോ യാത്രകളും വ്യത്യസ്ത തന്നെയാണെന്നേ.